ടി വീണയുടെ പണമിടപാടുകളിൽ അടിമുടി ദുരൂഹത. കൂടുതൽ കമ്പനികളിൽ പങ്കാളിത്തമുണ്ടോ? ഇ ഡി പിടിമുറുക്കുക തന്നെയാണ്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ശക്തമാക്കുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ, ഭർത്താവ് മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസ്, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ എന്നിവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഇപ്പോൾ ഇ ഡി നടത്തുന്നത്. വീണയ്ക്ക് കൂടുതൽ കമ്പനികളിൽ പങ്കാളിത്തമുണ്ടോ എന്നതിനെക്കുറിച്ചും വിദേശ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും ഇ ഡി വിശദമായി പരിശോധിച്ചു വരികയാണ്. വരുമാനത്തിനപ്പുറം വീണ വലിയ തോതിൽ പണം കൈകാര്യം ചെയ്തതിൽ ദുരൂഹതയുണ്ടെന്നാണ് ഇ ഡിയുടെ വിലയിരുത്തൽ. കേസുമായി ബന്ധപ്പെട്ട ഓണത്തിന് ശേഷമായിരിക്കും ഇ ഡി ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കുക എന്നാണ് സൂചന. വീണയ്ക്കും മുഹമ്മദ് റിയാസിനും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും ഉടൻ തന്നെ ചോദ്യം ചെയ്യലിനായി ഇ ഡി നോട്ടീസ് നൽകിയേക്കും. ചോദ്യം ചെയ്യലിന് മുന്നോടിയായി ശക്തമായ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. കേരളത്തിലും ബംഗളൂരുവിലുമായി ഇതിനോടകം അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മെയ് 27 നടത്തിയ റെയ്ഡുകളിൽ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് എഴുതിവെക്കപ്പെട്ട ചില നിർണായക രേഖകൾ ഇ ഡി കണ്ടെടുത്തിരുന്നു. വീണയും റിയാസിന്റെ സുഹൃത്തുക്കളും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ ഈ രേഖകളിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് ഇ ഡി വ്യക്തമാക്കുന്നത്. വരുമാന സ്രോതസ്സിനപ്പുറമായി ഏതാണ്ട് 20 കോടിയോളം രൂപയുടെ ഇടപാടുകൾ ഇവർ കൈകാര്യം ചെയ്തതായി വ്യക്തമായിട്ടുണ്ട്. അന്വേഷണം ഒഴിവാക്കുന്നതിനായി മറ്റൊരാളുടെ പേരിലുള്ള സിം കാർഡും വൈഫൈ റൂട്ടറും ഉപയോഗിച്ച് ഇന്റർനെറ്റ് കോളുകൾ ചെയ്തതായി ഇ ഡി സംശയിക്കുന്നു. വിദേശത്തേക്ക് പണം കൈമാറിയതുമായി ബന്ധപ്പെട്ട് നിലവിലെ PMLA കേസിന് പുറമെ ഫെമ കേസ് കൂടി രജിസ്റ്റർ ചെയ്യാനുള്ള നീക്കത്തിലാണ് ഇ ഡി. കോഴിക്കോട് നടത്തിയ റെയ്ഡിൽ ചില ഹവാല ബന്ധങ്ങൾ സംബന്ധിച്ച വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുടെ വരുമാന സ്രോതസ്, സ്വത്ത് വിവരങ്ങൾ, അവർ ഉപയോഗിച്ച വിവിധ ഫോണുകൾ, സിമ്മുകൾ എന്നിവയും ഇ ഡി പരിശോധിക്കുന്നുണ്ട്. വീണയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ നിന്നും ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന സ്ഥാപനത്തിന്റെ വിവരങ്ങൾ ലഭിച്ചിരുന്നു. മെഡിക്കൽ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട കമ്പനിയെന്നാണ് രേഖകളിലെങ്കിലും ഇതൊരു കടലാസ് കമ്പനിയാണെന്നാണ് ഇ ഡിയുടെ നിഗമനം. ഈ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന 15 ലക്ഷത്തോളം രൂപ ഇ ഡി മരവിപ്പിച്ചിട്ടുണ്ട്. CMRLൽ നിന്നും വീണയ്ക്ക് ലഭിച്ച 2.25 കോടിയോളം രൂപയുടെ ഒരു വിഹിതമായിരിക്കാം ലേക്കർ ഇന്ത്യയുടെ അക്കൗണ്ടിലേക്ക് എത്തിയതെന്നാണ് ഇ ഡി വിലയിരുത്തുന്നത്. ഇതിനു പുറമെ വീണയുടെ വ്യക്തിഗത അക്കൗണ്ടിലെ 1 ലക്ഷത്തോളം രൂപയും എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലുണ്ടായിരുന്ന 25,000 രൂപയും ഇ ഡി മരവിപ്പിച്ചിട്ടുണ്ട്. വീണയുടെ കഴിഞ്ഞ 15 വർഷത്തെ ബാലൻസ് ഷീറ്റുകളും മറ്റ് സാമ്പത്തിക വിവരങ്ങളും ഇ ഡി ശേഖരിച്ചു വരികയാണ്. വീണ തന്റെ മകളായതുകൊണ്ടാണ് വിചിത്ര നടപടികളെന്നും താനും കുടുംബവും ഒരു ഹവാല ഇടപാടും നടത്തിയിട്ടില്ലെന്ന് പിണറായി വിജയൻ. തന്റെ മകളായതുകൊണ്ടാണ് ഇ ഡിയുടെ വിചിത്ര നടപടികൾ വരുന്നതെന്നും പിണറായി വ്യക്തമാക്കി. സാധാരണ ഏതെങ്കിലും കേസിൽ ഇ ഡി ഇത്തരത്തിൽ വാർത്താക്കുറിപ്പുകൾ ഇറക്കാറുണ്ടോ എന്നും പിണറായി ചോദിച്ചു. ലാവ്ലിൻ കേസിനെ സംബന്ധിച്ചും പിണറായി ഓർമ്മിപ്പിച്ചു.